ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു മിനി വ്ളോഗാണ്. നമ്മളൊരു ഉച്ച ടൈമിലൊക്കെ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കസിൻസൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പെട്ടെന്ന് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയത് മീനായിരുന്നു. അപ്പം അങ്ങനെ മീനൊക്കെ വെച്ച് ഇത് അതേപോലെ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ എന്താ പറയുക, നമ്മൾ ഈ മീനിൻ്റെ റെസിപ്പി ആക്കുന്ന വീഡിയോ ഉണ്ട്, അതേപോലെ നമ്മൾ ഇന്നത്തെ ചെറിയൊരു കുട്ടി വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മീൻ പൊരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇത് എന്ന് പറയുന്നത് കുയ്യാപ്പിള കേട്ടോ. നമ്മളെ നാട്ടിൽ കുയ്യാപ്പിള എന്ന് പറയാം, ചില നാട്ടിൽ കിളിമീൻ എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് വെച്ച് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ക്ലീനാക്കി എടുത്ത് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ട് നന്നായി പരക്കിയിട്ടുണ്ട്. എന്നിട്ട് വേറൊരു പാനിനകത്ത് കുറച്ച് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ കരിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളെ എന്താ പറയുക, ഇങ്ങനെ കുളിപ്പിച്ചെടുത്തിരിക്കുന്ന മീനൊക്കെ ഉണ്ടല്ലോ, ഇത് നമ്മളെ ചുമന്ന ഇതിൽ കുളിപ്പിച്ചെടുത്തിരിക്കുന്ന മീനൊക്കെ ഇതേപോലെ എന്താ പറയുക, നമ്മളെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടങ്ങ് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇരുന്ന് വെന്തുന്നുണ്ട് കേട്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സൈഡായി, അപ്പുറത്തെ സൈഡ് ഇതേപോലെ മറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഇതേപോലെ അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഒരു മാങ്ങ വേണം. അപ്പോൾ മാങ്ങ ഇതേപോലെ നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാങ്ങ എടുത്തു. അങ്ങനെ അരച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതാട്ടോ അത് പാത്രത്തിൽ കിടന്നുള്ളത്. അതിലത്തേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ 3 പച്ചമുളകായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അത് ഇതേപോലെ നമ്മൾ ഈ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ പച്ചമുളകും പിന്നെ നമ്മളെ മാങ്ങ, നമുക്ക് ഈ മാങ്ങക്ക് വരെ പുളിയും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല പുളിയുള്ള ഒരു പുളി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മാങ്ങയോ അല്ലെങ്കിൽ പുളിയോ ചേർക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പം അങ്ങനെ മാങ്ങയാണ് ഇട്ടത്. പിന്നെ നമ്മളെ സ്വന്തം കരിവേപ്പിലൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാക്കുള്ളൂ. അങ്ങനെ കരിവേപ്പിലയും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മീൻ എവിടെ നിന്നാകുന്നുണ്ട്, നമ്മൾ മീൻ കറി ഇവിടെ നിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നന്നായി തിളച്ച് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മീൻ ഓരോന്നായിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കിളിമീൻ എന്നൊക്കെ പറയുമ്പം നമ്മൾ നമ്മൾ സാധാരണ മീനൊക്കെ ഇങ്ങനെ ഇളക്കുന്ന പോലെ ഇളക്കിക്കാൻ ഇതൊക്കെ പൊട്ടിപ്പോകട്ടോ. അപ്പോൾ പൊട്ടിപ്പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഈ തിളച്ചതിന് ശേഷം നമ്മൾ ഓരോ മീനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിലുണ്ടല്ലോ, മീൻസ് സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കത്തില്ല. അപ്പോൾ നമ്മളങ്ങനെ മീനൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കസിൻസ് എന്നൊക്കെ പറയുന്നത് അവരൊക്കെ ചോറ് തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ നമ്മളെ സ്പെഷ്യൽ മീനാണ്. അപ്പം മീൻ വെച്ച് കൊടുത്തു. പിന്നെ അച്ചാറുണ്ടായിരുന്നു, മാങ്ങ അച്ചാറുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ പറയുക, ചെറുപയറിൻ്റെ കറി ഉണ്ടായിരുന്നു. പിന്നെ തോരൻ ഉണ്ടായിരുന്നു. പിന്നെ മീൻകറി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മീൻകറി. അങ്ങനെ മീൻകറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും കഴിക്കുക കേട്ടോ. എല്ലാവരും ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വിശന്നിരുന്നിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. എല്ലാവർക്കും മീൻകറിയൊക്കെ ഇഷ്ടമായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു മീൻകറിക്ക്. ഇനിയിപ്പോൾ എൻ്റെ ഊഴാണ്, അപ്പം ഞാൻ കഴിക്കുകയാണ്. എനിക്ക് ഈ മീനോട് ഭയങ്കര താല്പര്യമായിട്ട്, ഏത് മീൻ കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷെ ഉണക്കിനോട് അത്ര താല്പര്യം, എന്നാലും ഇങ്ങനെ ഈ മീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മീനൊക്കെ കൂട്ടി നമ്മളൊരു പിടുത്തം പിടിച്ചു. ഇന്ന് വലിയ സ്പെഷ്യലൊന്നുമല്ല, എന്നാലും നമ്മുടെ മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീനും കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നത്. ടാറ്റ ബൈ.